ഫൈൻ ബിൽഡേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം മലയൻകീഴ് അന്തിർക്കോണത്ത് മെയിൻ റോഡിൽ നിന്ന് 1/2 കിലോമീറ്റർ മാത്രം മാറി 20ഓളം വീടുകളുള്ള ഒരു വില്ല കമ്മ്യൂണിറ്റിയിലാണ്. ഇവിടെ 4 സെന്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള പടിഞ്ഞാറ് ദർശനത്തിൽ നിർമ്മിച്ച ഒരു വീട് വിൽപ്പനയ്ക്കായി വന്നിട്ടുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന വില 43 ലക്ഷം രൂപയാണ്. ലോൺ സൗകര്യം ആവശ്യമാണെങ്കിൽ നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. നമുക്കിനി വീടിന്റെ കാഴ്ചകൾ കണ്ടുവരാം. GI സ്ക്വയർ ട്യൂബിൽ ഒരു ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലാണ് ഗേറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് CNC കട്ടിങ് അവൈലബിൾ ആണ്. ഒരു സൈഡിലേക്ക് ഒരു ഫോൾഡിംഗ് ഗേറ്റും ഒരു സൈഡിലേക്ക് സ്ലൈഡിംഗ് ഗേറ്റുമാണ് നൽകിയിട്ടുള്ളത്. കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ മുറ്റം മുഴുവൻ നമുക്ക് ഇന്റർലോക്കാണ് നൽകിയിട്ടുള്ളത്. അതിലൊക്കെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസും അവൈലബിൾ ആണ്. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസും ഒക്കെ ഇവിടെ ലഭ്യമാണ്. നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്ലാഡിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 വാളി വിൻഡോ നൽകിയിട്ടുണ്ട്. നമുക്ക് എലിവേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു A-ഫ്രെയിം കണ്ടംപററി സ്റ്റൈൽ വീടാണ് ഇവിടെ വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആയിട്ട് 2 സിംഗിൾ പാളി ജനൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ പ്ലാവാണ് മെയിൻ ഡോർ നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ ബാക്കിയുള്ള തടികളെല്ലാം ആഞ്ഞിലി മഹാഗണിയാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി വീടിന്റെ ഉള്ളിലെ കാഴ്ചകൾ കണ്ടുവരാം. വീടിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ലിവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു പാർട്ടീഷൻ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡൈനിങ്ങിന്റെ പുറകിലായിട്ടാണ് കിച്ചൺ വരുന്നത്. വീടിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ വലേ സൈഡിലായിട്ടാണ് നമുക്ക് 3 ബെഡ്റൂമുകൾ നൽകിയിട്ടുള്ളത്. നമുക്ക് വീട്ടിൽ 2 ടൈപ്പ് ടൈല് വന്നിട്ടുണ്ട്. പാസേജിലേക്ക് നമുക്ക് ആന്റി സ്കിഡിങ് ടൈലും ബാക്കിയുള്ളതെല്ലാം പെട്രിഫൈഡ് ടൈലുമാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു 2 വാളി വിൻഡോ വരുന്നുണ്ട്. ലിവിങ്ങിന്റെ സൈസ് വരുന്നത് 13x11 ആണ്. നമുക്ക് ഇവിടെ ആയിട്ടാണ് വിശാലമായിട്ടുള്ള ഒരു TV യൂണിറ്റ് വരുന്നത്. ലാമിനേഷൻ ബോർഡിലാണ് അത് ചെയ്തിട്ടുള്ളത്. നമുക്ക് താഴെയൊക്കെ സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ WPCയുടെ ഒരു പാനലിംഗ് നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ സീലിംഗ് വർക്ക് അവൈലബിൾ ആണ്. അതിൽ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് ഡൈനിങ്ങിന്റെ സൈസ് വരുന്നത് 12x11 ആണ്. നമുക്കിവിടെ പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. അതിൽ CNC കട്ടിങ്ങും നമുക്ക് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഓപ്പൺ കിച്ചൺ ആണ് നൽകിയിരിക്കുന്നത്. അവിടെയും നമുക്ക് ഒരു ചെറിയൊരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. ലാമിനേഷൻ ബോർഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കിച്ചന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് മുഴുവനായിട്ട് ആന്റി സ്കിഡിങ് ടൈലാണ് ഫ്ലോറിന് നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് മുഴുവനായിട്ട് നമുക്കിവിടെ സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് വരുന്നത് ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത്. നമുക്കിവിടെ സിങ്കും സിങ്കോക്കും ഒക്കെ അവൈലബിൾ ആണ്. നമുക്കിനി വീടിന്റെ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് കിണറാണ് ഇവിടെ വാട്ടർ സോഴ്സ് ആയിട്ട് വരുന്നത്. വാട്ടർ കണക്ഷനും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു വാഷിംഗ് പ്ലാറ്റ്ഫോം വരുന്നുണ്ട്. അതുപോലെ തന്നെ നനകല്ലും വരുന്നുണ്ട്. നമുക്കിനി ബെഡ്റൂമിലെ കാഴ്ചകൾ കണ്ടുവരാം. നേരത്തെ പറഞ്ഞതുപോലെ ഈ വീട്ടിൽ 3 ബെഡ്റൂമുകളാണ് ഉള്ളത്. അതിൽ ഡൈനിങ്ങിനോട് ചേർന്നുള്ള ബെഡ്റൂമിന്റെ ഫോയറിലാണ് നമുക്കിവിടെ വാഷിംഗ് യൂണിറ്റ് വരുന്നത്. ഒരു മിററും ലൈറ്റിംഗും ഒക്കെ വരുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് വാഷിംഗ് മെഷീന്റെ പോയിന്റ് നൽകിയിട്ടുള്ളത്. നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 4x2ന്റെ വെട്രിഫൈഡ് ടൈലാണ് ഫ്ലോറിന് നൽകിയിട്ടുള്ളത്. അപ്പോക്സി അവൈലബിൾ ആണ്. 13x11 ആണ് ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. നമുക്ക് ഈ ഒരു വാളിൽ ഒരു വിൻഡോ നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വാളിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്താണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് നമുക്ക് വാർഡ്രോബ് വരുന്നത്. 2 വാളി വാർഡ്രോബാണ് നൽകിയിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ മേക്കപ്പ് സ്റ്റാൻഡ് നൽകിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ വാഷ്റൂമിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ സെറയാണ് ഫിറ്റിംഗ്സ് വരുന്നത്. അതുപോലെ തന്നെ ഹീറ്ററിന്റെ പോയിന്റ് അവൈലബിൾ ആണ്. അതുപോലെ 2x2ന്റെ ആന്റി സ്കിഡിങ് ടൈലാണ് ഫ്ലോറിന് നൽകിയിരിക്കുന്നത്. ഇതേ രീതിയിൽ വേറെ കളർ പാറ്റേണിലാണ് ഈ വീട്ടിലെ മുഴുവൻ വാഷ്റൂമുകളും ചെയ്തിരിക്കുന്നത്. നമുക്കിനി രണ്ടാമത്തെ ബെഡ്റൂമിലെ കാഴ്ചകൾ കണ്ടുവരാം. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെയും 4x2ന്റെ വെട്രിഫൈഡ് ടൈൽ തന്നെയാണ് ഫ്ലോറിന് നൽകിയിട്ടുള്ളത്. അപ്പോക്സി അവൈലബിൾ ആണ്. നേരെ കാണുന്ന ഈ ഒരു വാളിൽ നമുക്ക് ഒരു 3 വാളി വിൻഡോ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കളർ പാറ്റേൺ ആണ് നൽകിയിരിക്കുന്നത്. AC-യുടെ പോയിന്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഈ ബെഡ്റൂം നമുക്ക് വാഷ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. നമുക്കിനി മൂന്നാമത്തെ ബെഡ്റൂമിലെ കാഴ്ചകൾ കണ്ടുവരാം. നമുക്കിനി ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 4x2ന്റെ വെട്രിഫൈഡ് ടൈൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. 13x10 ആണ് ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. നമുക്ക് ഈ 2 വാളിലും 2 വിൻഡോ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കളർ പാറ്റേൺ ചേഞ്ച് ചെയ്താണ് നൽകിയിരിക്കുന്നത്. നമുക്കിവിടെ വാർഡ്രോബ് അവൈലബിൾ ആണ്. 2 പാളിയാണ് നൽകിയിരിക്കുന്നത്. ലാമിനേഷൻ ബോർഡിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ അതിനോട് ചേർന്ന് ഒരു മേക്കപ്പ് സ്റ്റാൻഡ് അവൈലബിൾ ആണ്. AC-യുടെ പോയിന്റും അവൈലബിൾ ആണ്. നമുക്ക് ഈ ബെഡ്റൂമും വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. നമുക്കിനി റൂഫ് ടോപ്പിലെ കാഴ്ചകൾ കണ്ടു. റൂഫ് ടോപ്പിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ മുഴുവനായിട്ട് വാട്ടർ പ്രൂഫിംഗ് നൽകിയിട്ടുണ്ട്. നമുക്കിവിടെ 750ന്റെ ടാങ്കാണ് നൽകിയിരിക്കുന്നത്. കേളാചന്ദ്രയാണ് ബ്രാൻഡ് വരുന്നത്. വീടിന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാം. 4 സെന്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ചോദിക്കുന്ന വില 43 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതിനുമായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്